അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെട്ടു പോയി. ഖുർആൻ പറഞ്ഞതുപോലെ അബൂ ലഹബ് പറയുന്ന യൽതഹബു നാറാ, ഉറക്കത്തിൽ പറഞ്ഞു അത്രേ യൽതഹബു നാറാ, ഈ ഖബറിന്റെ അകത്ത് തീരിട്ടുകൊണ്ട് തന്നെ ഇളക്കി മറിക്കുകയാ. ഒരു ഭാഗം കരിയുമ്പോ മറിച്ചിടുകയാ, മറുഭാഗം കരിയുമ്പോ തിരിച്ചിടുകയാ. അങ്ങനെ റസൂലുള്ളാഹിയെ പരിഹരിച്ചതിന്റെ പേരില് അദാബ് എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാ. കൊണ്ടൂർക്കരയുടെ പരിസരത്ത് വളർന്നു വരുന്ന ചെറുപ്പക്കാരാ, അൻസാറുൽ ഹുദായുടെ കർമ്മോത്തുകാരായ പ്രവർത്തകര് ശരീഫലി ഉസ്താദിന്റെ അടുത്ത് ഖുർആൻ ക്ലാസ്സിന് വരുമ്പോ, പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കാൻ പോകുമ്പോ അതിലൊന്നും പെടാറ് അതല്ല എന്ന് പറഞ്ഞ്, അതല്ല ആദർശമെന്ന് പറഞ്ഞ്, അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യരാണെന്ന് പറഞ്ഞ് ഹബീബിനെ പരിഹരിച്ചുകൊണ്ട് നടക്കുന്ന ഈ പക്ഷമില്ലേ മോനെ? അബൂ ലഹബിനെ ഖബറിന്റെ അകത്ത് കൊടുത്ത ഭയാനകരമായ അവസ്ഥയാണ് നിനക്കും അല്ലാഹു തരാൻ വെച്ചിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി രണ്ടാമത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കണ്ടുപോയത് ആരുടെ ഖബറാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിട പറഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹിക്കാൻ കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തു, അല്ലാഹുവേ എനിക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണണം. ഖബർ ജീവിതത്തിൽ എത്ര സന്തോഷം ബഹുമാനപ്പെട്ടവർ അനുഭവിക്കുന്നുണ്ട്, എന്തെങ്കിലും സങ്കടമുണ്ടോ എന്ന് എനിക്കറിയണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത് കാത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഒന്നും എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ ആലോചിച്ച് നോക്കുക, ഈമാനില്ലാതെ വിട പറഞ്ഞു പോയാളില്ല. ഡിസംബർ 16-ാം തീയതി ഇൻഷാ അല്ലാഹ് ഈ പട്ടാമ്പിയുടെ പരിസരത്ത് തന്നെ വിശാലമായ മറ്റൊരു പരിപാടിയുണ്ട്. ഡിസംബർ 16-ാം തീയതി അവിടെ ഇൻഷാ അല്ലാഹ് കാലം കൊതിക്കുന്ന നീതിമാൻ അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമായിരിക്കും പറയുന്നത്. എവിടെയാണ് സാറേ നമ്മുടെ അൻഷാദിന്റെ ഉപ്പാടെ? പൂവക്കോട്. ഇവിടെ അടുത്താണ്. പൂവക്കോട്. ഇൻഷാ അല്ലാഹ് അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. സ്ഥലമൊക്കെ വിശാലമായ 4 ഏക്കറോ 5 ഏക്കറോ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. വണ്ടി പാർക്കിങ്ങിന് 1 ഏക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു വരെ ചെന്ന് കാണുമ്പോഴറിയാം. ഏതായാലും അവർ പറഞ്ഞിട്ടുണ്ട്, എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. ജനിച്ചത് മുതൽ മരണം വരെയുള്ള ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിക്കാൻ പറ്റുന്ന നല്ല കഠിനം കൊള്ളിക്കുന്ന ചരിത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ പോലും ഉമറാണല്ലോ. നമ്മൾ അറിയാതെ തർബീയത്ത് ചൊല്ലിപ്പോകും. കാലം കൊതിക്കുന്ന നീതിമാൻ എന്ന മഹത്തായ ചരിത്രമായിരിക്കും ഇൻഷാ അല്ലാഹ് ഇവിടെ പറയുന്നത്. അല്ലാഹു അതൊക്കെ കേൾക്കാനും പഠിക്കാനും തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ടവർ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ആ ഖബർ ജീവിതം എനിക്കൊന്ന് കാണണമല്ലാ. 1 മാസം ദുആ ചെയ്തു കണ്ടില്ല, 6 മാസം ദുആ ചെയ്തു കണ്ടില്ല. അവസാനം 1 വർഷം തികഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർ കാണുന്നു. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നീതിപരമായ ജീവിതം നയിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണുകയാണ്. ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടപ്പോ ഖബർ ജീവിതത്തിലേക്ക് ഒരുക്കി വെക്കാനുള്ള കാര്യങ്ങൾ കൊണ്ടാ പോയത്. വഫാത്തിന്റെ സമയം തന്റെ മോനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ, 86,000 ദിർഹം കടമുണ്ട് അത്രേ വാപ്പ റളിയല്ലാഹു അൻഹു. 86,000 ദിർഹം കടമുണ്ട്. ചോദിച്ചു, എന്തിന്റെ പേരിലാ കടം? പാവപ്പെട്ടവർക്ക് ഞാൻ വീട് വെച്ചു കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫണ്ടിൽ നിന്ന് കാശെടുത്ത് കൊടുക്കാത്തതെന്തേ? ഫണ്ടിൽ നിന്ന് കാശെടുത്ത് കൊടുക്കാതെ പാവപ്പെട്ടവർക്ക് വീട് പണിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ് അത്രയും കടമുണ്ടാക്കി വെച്ചാൽ ആ കടം പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തീർക്കുമെന്ന് പറഞ്ഞു. പൊതുമുതൽ ഉപയോഗിച്ചുകൊണ്ട് തീർക്കും. റളിയല്ലാഹു അൻഹു കുത്തേറ്റുകൊണ്ട് തറന്നു കിടക്ക എങ്ങനാ മരണപ്പെട്ടതെന്നൊക്കെ അന്ന് പറയാം. കുത്തേറ്റുകൊണ്ട് കുടല് പുറത്തു വന്ന് വായിലൂടെ ഒഴിച്ചു കൊടുത്ത മുൻപിൽ ചാറ് പോലും കുടലിന്റെ കൂടെ പുറത്തു വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി നിൽക്കുകയാ. എന്നിട്ട് പറയുന്നു, അബ്ദുറഹ്മാൻ പൊതുമുതലിന്റെ കാര്യം പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തരുത്, എനിക്ക് പേടിയാണ്. ഞാൻ എന്റെ കാശ് പാവപ്പെട്ടവരിൽ നിന്നും പൈസ ഉള്ളവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുത്തു. ഇന്നലെ ഒരു സഹോദരൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു, സാറേ ഞാനും എന്റെ സഹോദരനും കൂടിയിട്ടാണ് മിഷൻ കൊടുത്തത് 7 യൂണിറ്റുകൾക്ക് ഒരു കുടുംബത്തിന് ജീവിക്കാൻ.
ഒരു പെണ്ണിന്റെ ജീവിതം സന്തോഷത്തിലാക്കാൻ ആരും സഹായിക്കാനില്ലാത്ത കുടുംബത്തിന് ഒരു സംരക്ഷണം കിട്ടാൻ അതൊരു ഉപകാരപ്രദമായിരിക്കുമെന്ന് അള്ളാഹു കബൂലാക്കട്ടെ. മകനോട് പറയുന്നു, മോനെ എനിക്ക് ഉറപ്പ് തരണം, ഉപ്പാന്റെ കടം നീ തീർക്കുമെന്ന് ഉറപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് മരിക്കാൻ സന്തോഷത്തോടെ മരിക്കാൻ കഴിയില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹു പൂർണ്ണമായും കടം തീർന്ന് മരണപ്പെടാനുള്ള ഭാഗ്യം നമുക്ക് തരട്ടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താ കണ്ടതെന്ന് പറയാം. അതിനു മുമ്പ് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ ദീനിൽ ഇത്രത്തോളം ഖബർ ജീവിതത്തിന് വേണ്ടി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോയതാ. 86,000 ദിർഹം കടമുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, മോനെ ചെറിയ ഏറ്റവും വില കുറഞ്ഞ കഫൻതുണി കൊണ്ട് എന്നെ പൊതിയണം. ഏറ്റവും വില കുറഞ്ഞ കഫൻതുണി, കൂടിയത് വേണ്ട, കുറഞ്ഞ തുണി കൊണ്ട് പൊതിയുക, ആഡംബരമില്ലാതെ അടക്കം ചെയ്യണം. നാളു പറഞ്ഞു, കാളമ്പാടി ഉസ്താദിന്റെ മയ്യത്ത് കണ്ട് ഒരു പ്രിയപ്പെട്ട ഗുരുനാഥൻ പറഞ്ഞതാ, സാറേ ജീവിച്ചിരിക്കുമ്പോൾ പോലും സാർ അത്ര ചിരിച്ചിട്ടില്ല, അത്ര പ്രകാശത്തോടു കൂടി, അതുപോലെ നേരിയ മുണ്ടോട് തന്നെ കിടക്കുക. അല്ലാഹു അക്ബർ കുറുകി ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സദസ്സിൽ അല്ലാഹുവേ പടച്ചവനെ, ഖബർ ജീവിതത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി, മണ്ണറയ്ക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി സദഖ നിയ്യത്ത് ചെയ്യുന്നവരെ നീ അനുഗ്രഹിക്കല്ലാ. മരണപ്പെട്ടു പോരാ ഹാജി എന്നറിയപ്പെടുന്ന അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ 25,000 രൂപ ഈ പരിശുദ്ധ മജ്‌ലിസിലേക്ക് അൽഹംദുലില്ലാഹ് അൻസാറുൽ ഹുദായുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സദഖ തന്നിരിക്കുകയാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد اللهم صل عليه وسلم. അല്ലാഹുവേ പടച്ചവനെ, ആ മരണപ്പെട്ടു പോയ ഫുലാഖലും ദിഹാജിയും അറിയപ്പെടുന്ന ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി 25,000 രൂപ അൻസാർ ഹുദായുടെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന പരിപാടിക്ക് വേണ്ടി മാറ്റിവെച്ച ആ സ്വതക്ക സ്വീകരിക്കല്ലാ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. നിങ്ങളുടെ ഉമ്മമാര് ഉപ്പമാര് പലരും ഖബറിലാണ്, നിങ്ങളുടെ ഉസ്താദുമാര് പലരും ഖബറിലാണ്, നിങ്ങളുടെ കൂടപ്പുറപ്പുകൾ പലരും ഖബറിലാണ്, നിങ്ങളുടെ കുടുംബക്കാര് പലരും ഖബറിലാണ്. അല്ലാഹുവേ, വിശാലമാണ്, വിപുലമാണ്, വിജ്ഞാനപ്രദമാണ്, എണ്ണിയാലൊടുങ്ങാത്ത ജനത്തിരക്ക് അനുഭവപ്പെടുന്ന ഈ പ്രദേശത്തിരുന്നുകൊണ്ട് ഇന്ന് ദുആ ചെയ്യുമ്പോ റഹ്മാനായ അല്ലാഹ് വലിയ പ്രാർത്ഥന ലക്ഷ്യമിട്ടുകൊണ്ട് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ആരെങ്കിലും ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് സ്വതക്ക ചെയ്താൽ അല്ലാഹുവയുടെ സമ്പത്ത് നീ അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അവിടെ ഖബർ ജീവിതത്തിൽ സ്വർഗീയ സന്തോഷം നീ കൊടുക്കണേ അല്ലാ. 25,000 രൂപ ഖബറിന് വേണ്ടി നിയ്യത്ത് ചെയ്ത അല്ലാഹുവേ, പുലാക്കളുള്ള പ്രിയപ്പെട്ട സഹോദരന്റെ ഖബർ ജീവിതത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്ത ആ സ്വതക്ക സ്വീകരിക്കല്ലാ. ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങളെ, വേദാറുകളെ, പ്രയാസങ്ങളെ നിന്റെ ബർക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കല്ലാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഖബർ പ്രകാശിക്കാറുള്ളത് അല്ലാഹുമ്മ സയ്യിനാ ബിസീനത്തിൽ ഖുർആൻ വഅക്രിംനാ ബികറാമത്തിൽ ഖുർആൻ. അല്ലാഹുവേ, ഖുർആന്റെ ഭംഗി കൊണ്ട് നിങ്ങളെ ഭംഗിയാക്കണേ എന്ന് ദുആ ചെയ്യുന്നവരെ, ഓ ഖുർആന്റെ ഭംഗി കൊണ്ട് നിങ്ങളുടെ ഖബർ ജീവിതം സന്തോഷത്തിലാകാ. ഇന്നലെ 9 പേരാണ് 10,001 രൂപ വെച്ച് പറഞ്ഞു പോയതെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പൊരുത്തത്തിന് വേണ്ടി, ആ ഖുർആനിന്റെ തണലിന് വേണ്ടി, ആ ഖുർആനിന്റെ തലോടലിന് വേണ്ടി, അൻസാർ ഹുദായുടെ പ്രിയപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് വിജയം കൊടുക്കാൻ വേണ്ടി ഈ സദസ്സിൽ നിന്നുകൊണ്ട് ആവേശത്തോടെ എഴുന്നേറ്റുകൊണ്ട് 6,666 രൂപ വിശദീകരിക്കുന്നില്ല, നിർബന്ധിക്കുന്നില്ല. അല്ലാഹു ചില വ്യക്തികളെ കണ്ടെത്തിയിരിക്കുക. അവരാരാണെന്ന് അറിയാൻ വേണ്ടി മാത്രമുള്ള ചോദ്യമാണ്. ഒരാളെയും നിർബന്ധിക്കൂല, ആരെയും വിഷമിച്ചുകൊണ്ട് പൈസ പോലും പിരിക്കൂല. അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് മജ്‌ലിസിൽ 6,666 രൂപ അല്ലാഹുവിന്റെ ഖബറിന്റെ വക്ക് ഖുർആനിന്റെ തണലിന് വേണ്ടി, ഖുർആനിന്റെ ഭംഗിക്ക് വേണ്ടി, ഖുർആനിന്റെ പ്രകാശത്തിന് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് പറയാൻ ഒരാൾ സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട